കോൺഗ്രസും ലീഗും ഒറ്റക്കെട്ടായി യുഡിഎഫിനെ ശക്തിപ്പെടുത്തി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചുവരവിന് വേണ്ടിയുള്ള പ്രയത്നത്തിലാണെന്നും അത് വിജയം കാണുമെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പ്രതിപക്ഷ നേതാവിനേക്കാൾ ഇരട്ടി ആത്മവിശ്വാസമാണ് ലീഗിനുള്ളതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കത്തിലാണ്. അതിന്റെ ഭാഗമായിട്ട് യുഡിഎഫിന്റെ മീറ്റിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം വന്നത്. കോൺഗ്രസും സിൻഡിയും ഒറ്റക്കെട്ടായിട്ട് യുഡിഎഫിനെ കൂടുതൽ ശക്തിപ്പെടുത്തി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം വലിയ തിരിച്ചറിവിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ അതിനു വേണ്ടിയുള്ള പ്രയത്നത്തിലുമാണ്. തീർച്ചയായിട്ടും അതൊക്കെ വിജയം കാണുന്നത്. പ്രതിപക്ഷ നേതാവ് വലിയ കോൺഫിഡൻസിലാണ്. മുസ്ലിം ലീഗിനും തങ്ങൾക്കൊക്കെ ആ കോൺഫിഡൻസ് ഉണ്ടോ? അദ്ദേഹത്തെക്കാളും ഇരട്ടി കോൺഫിഡൻസ് ആണ് അദ്ദേഹത്തെ വനവാസത്തിന് പോകാൻ ഞങ്ങൾ സമ്മതിക്കുക. അതെ, അത് രാജ്യത്തിൻ്റെ മത സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ ഛത്തീസ്ഗഡിൽ നടക്കുന്നത്. BJPയുടെ ഈ മതേതരത്വത്തിനെതിരെയുള്ള ഇത്തരം കാര്യങ്ങൾ അതൊരിക്കലും അനുവദിക്കപ്പെടാൻ പാടില്ല. അവിടെ പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾ അടക്കമുള്ള അവിടുത്തെ മിഷണറി പ്രവർത്തകർക്ക് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലകളിലൊക്കെ നല്ല പരിശ്രമിക്കുന്നവരാണ്. അതൊക്കെ മറന്നുകൊണ്ട് മതത്തിൻ്റെ പേരിൽ അവരെ ഇങ്ങനെ ക്രൂശിക്കുന്ന ഈ നടപടി ഒരിക്കലും തന്നെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും. ഞങ്ങളെ വേറൊരു കാര്യം നമുക്ക് പറയാനുണ്ട്. ഡൽഹി ഓഫീസിൻ്റെ ഞങ്ങൾ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡൽഹി ഓഫീസിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് മീറ്റിംഗ് ഡിസൈഡ് ചെയ്ത് നമ്മളതൊന്നും നോക്കിയാണ്. മുസ്ലിം ലീഗിൻ്റെ ഡൽഹിയിലുള്ള ആസ്ഥാനം കായിക മില്ലത്ത് സെൻറ്റർ, അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞു. ഏതാനും കഴിഞ്ഞ മാസം തന്നെ അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചതായിരുന്നു ഉദ്ഘാടനത്തിൽ. പിന്നെ കാശ്മീരിലെ ഇഷ്യൂ വന്നപ്പോൾ മാറ്റിവെച്ചതാണ്. അപ്പോൾ ഓഗസ്റ്റ് 24 അതിൻ്റെ ഉദ്ഘാടനം നടക്കും. അതിൻ്റെ ഇപ്പോൾ ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിങ്ങിൽ വളരെ തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീമതി സോണിയാഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളൊക്കെ അതിൽ സംബന്ധിക്കുന്നതാണ്. ഓഗസ്റ്റ് 24 3 മണിക്ക് ഡൽഹിയിലെ നെഹ്റു സ്റ്റേഡിയത്തിലാണ് അതിൻ്റെ പൊതുപരിപാടി വെച്ചത്. മറ്റൊരു കാര്യം, ഈ ചൂരൽമല ഒരു ആണ്ട് തിരിയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ സാഹചര്യം ഇപ്പോഴും പലരും പുറത്താണ്. നമുക്ക് മുൻകരുത്തിയില്ല. മുസ്ലിം ലീഗ് അടക്കം അതിന് മുൻകരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുസ്ലിം ലീഗ് അവിടെ 105 വീടുകൾ എടുത്തു വെക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. അതിനുള്ള എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. സ്ഥലം എടുപ്പ് കഴിഞ്ഞ് ഉണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇനിയിപ്പോൾ മഴ ഏതാണ്ട് വിട്ടുന്നല്ലോ. ഇനി ഉടനെ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചു. ഓക്കെ.